രാവിലെ തന്നെ നമ്മുടെ സഖാക്കളുടെ വക നല്ലൊരു സൂപ്പർ ഐറ്റം വന്നിട്ടുണ്ട്. വേറൊരു നല്ല കായംകുളത്തുനിന്നാണ്. എന്താ വെച്ചാൽ നമ്മള് വയനാട് ചൂരൽമല മുണ്ടക്കൈ മേഖലയിലെ ഉരുൾപൊട്ടലിൽ ബുദ്ധിമുട്ടുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് കായംകുളത്തുള്ളവര് ഒരു ബിരിയാണി ചലഞ്ച് നടത്തി. ആ പൈസ മുക്കി. വയനാട് ദുരിതബാധിതർക്കായി ബിരിയാണി ചലഞ്ച് നടത്തി പണം തട്ടിയെടുത്ത സിപിഎം പ്രവർത്തകർക്കെതിരെ കേസ്. ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ 3 സിപിഎം പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അക്ഷയ് കൃഷ്ണയുണ്ട്. അക്ഷയ്, പറയൂ, എന്താണ് ഈ കേസിന്റെ വിശദാംശങ്ങൾ? ചാലി, വയനാട് മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ട ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി നിരവധി സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം ഇത്തരത്തിൽ നിരവധി ചലഞ്ചുകളും സഹായ പ്രവർത്തനങ്ങളും എല്ലാം നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് സിപിഎം നിയന്ത്രിക്കുന്ന ഒരു ടണൽ എന്ന് പറയുന്ന ഒരു ജനകീയ കൂട്ടായ്മയുടെ പേരിൽ ഇത്തരത്തിലൊരു ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. ബിരിയാണി ചലഞ്ച് 100 രൂപ നിരക്കിൽ 1200ഓളം ബിരിയാണികൾ വിൽക്കുകയും ഇതിന്റെ ഭാഗമായി ലഭിച്ച 1,20,000 രൂപ നാളെ ഇതുവരെ സർക്കാരിലേക്ക് കൈമാറുകയോ ഇല്ലെങ്കിൽ ഇതിലൊരു കണക്ക് രേഖപ്പെടുത്തിയില്ല എന്ന ഒരു പരാതിയിലാണ് ഇപ്പോൾ ഈ സിപിഎം പ്രവർത്തകർ അടക്കമുള്ള ആളുകൾക്കെതിരെ കായംകുളം പോലീസ് കേസെടുത്തിട്ടുള്ളത്. കായംകുളം പുതുപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗം സിബി ശിവരാജൻ, അതുപോലെ തന്നെ തട്ടേക്കാട് ബ്രാഞ്ച് സെക്രട്ടറി അരുൺ, ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് അമൽ രാജ് എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ കായംകുളം പോലീസ് കേസെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ സെപ്റ്റംബർ 1-ാം തീയതിയായിരുന്നു ഇത്തരത്തിലൊരു ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. ഈ സിപിഎം പ്രവർത്തകർ നിയന്ത്രിക്കുന്ന ഒരു കൂട്ടായ്മ ടണൽ എന്ന പേരിലൊരു ജനകീയ കൂട്ടായ്മയുടെ പേര്